ശക്തമായ മത്സരമാണ്. സെബുത്ത ജയിക്കും. ആര് ജയിക്കും എന്നുള്ളത് പറയാൻ വയ്യ. സിബു സദക്കത്തുള്ള ഈ കാശാമുക്കിൽ നിന്ന് വിജയിക്കും. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡായ കാശാമുക്കിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. ഈ 9ാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. 9ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? എന്റെ പ്രതീക്ഷപ്പെടുത്ത പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സെബുത്താത്ത ജയിക്കാനാണ് ചാൻസ്. നല്ല പ്രവർത്തിക്കുകയാണ്, എല്ലാത്തിനും കൂടി ഒന്ന് ചെയ്യുന്നൊരു പ്രവർത്തിക്കുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? സെബുത്ത ജയിക്കും. കാരണം എന്താ? കാരണം കഴിഞ്ഞ 9ാം വാർഡില് നല്ല പട്ടയത്തിന്റെ പ്രശ്നങ്ങളായാലും കോളനികൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 25 കൊല്ലം അവർ ഭരിച്ചിരുന്ന ഇതായിരുന്നു. അത് പുള്ളിക്കാർക്ക് നിറവേറ്റി കൊടുത്തിട്ട് ജനങ്ങളെ ശ്രദ്ധ പിടിച്ചു വെച്ചിട്ട് ആള് ജയിക്കുന്നതാണ് പ്രതീക്ഷ. ചേട്ടാ, ഈ 9ാം വാർഡ് കാശാമുക്കിൽ ആര് ജയിക്കാനാ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യത? സിബു സദക്കത്തുള്ള ജയിക്കും. ആള് ജയിക്കുന്ന കാരണം എന്താ? കാരണം നല്ലൊരു പ്രവർത്തിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം നല്ല കാഴ്ച വെച്ചിട്ടുണ്ട്, തന്നെ അതുകൊണ്ട് ആള് ജയിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു. 9ാം വാർഡ് കാശാമുക്കിൽ ആര് ജയിക്കാനാ സാധ്യത? മിക്കവാറും സബ്താത്തായിരിക്കും. കാരണം സബ്താത്ത ഇത്ര കാലം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള അത്ര നല്ല കാര്യങ്ങളായതുകൊണ്ട് തന്നെ സബ്തായിരിക്കും മിക്കവാറും ജയിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്തല്ലോ, ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത? 9ാം വാർഡില് നല്ല ശക്തമായ മത്സരമാണ്. രണ്ടു കൂട്ടർക്കും സാധ്യതയുണ്ട്. ടൈറ്റ് മത്സരമാണ്. ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, ഇവിടെ എങ്ങനെ ഇലക്ഷൻ ഇതൊക്കെ ഇതുവരെയായി? ഇലക്ഷൻ പ്രചരണം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാലത്തെയും പോലെയല്ല, ഈ വാർഡിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടുള്ള ഒരു വാർഡാണ്. രണ്ടു മുന്നണിക്കും ഒരുപോലെ മുന്നേറാൻ സാധിക്കുന്ന ഒരു വാർഡിൻ്റെ വോട്ടിന്നലെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ സെബുത്താന് നല്ലൊരു സാധ്യത ഉണ്ട്. കാരണം അവരുടെ അനുഭവ സമ്പത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം പഞ്ചായത്തിലുടനീളം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കക്കാറ്റിൽ വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വാർഡ് മെമ്പർ എന്ന നിലയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് വ്യക്തിപരമായുള്ള വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ സിബു സദക്കത്തുള്ള ഈ കാശാമുക്കിൽ നിന്ന് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത? ഇടതുപക്ഷത്തിന്റെ ഷമീർ. ഇവിടെ മുൻപ് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾ തന്നെ ജയിക്കും. തെരഞ്ഞെടുപ്പിൽ ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? സുബുത്ത ജയിക്കും. ആള് ജയിക്കുന്ന കാരണം അത് കഴിഞ്ഞ 9ൽ ആള് നല്ലൊരു പ്രവർത്തനം ചെയ്യുന്നു. ഇപ്പൊ നേരെ 10ലേക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിലൊരു ഇതാണ് കാണുന്നത്. നമ്മൾ നല്ലൊരു വ്യക്തിയാണ്, നല്ല കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ജാതിമതം ഇല്ലാതെ എല്ലാവർക്കും ചെയ്ത ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. അടുത്ത് ഈ 9ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടൻ തോന്നുന്നത്? ആര് ജയിക്കാന്ന് പറഞ്ഞാൽ ആരും ജയിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇപ്പൊ കൊല്ലത്തുമാരെ എല്ലാവരും വ്യക്തമായൊരു ഇലക്ഷനാണ് ഇപ്പോഴൊക്കെ നടക്കുന്നത്. അതിൽ ആര് ജയിക്കും എന്നുള്ളത് പറയാൻ വയ്യ. ടൈറ്റ് മത്സരമാണ്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? ഇപ്പൊ സുബുത്താത്ത ജയിക്കാനുള്ള സാധ്യത ആദ്യം ഭരിച്ചും എല്ലാവരും ആള് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്ത് കാര്യത്തിന് എപ്പോഴും ഒരു അക്ഷയോ കാര്യങ്ങളോ നോക്കുമ്പോൾ ഈ കൂലി നിൽക്കുന്നു വേണം. എനിക്കവർ എന്തും പെട്ടെന്ന് ശരിയാക്കില്ല, എന്തായാലും നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ആളാണ്, നല്ല ഇതുള്ള ആളാണ്. പിന്നെ കാശോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്താൽ പിന്നെ ഇത് പൈസ കൊടുക്കാൻ പറഞ്ഞു അത് എപ്പോഴാച്ച മേടിച്ചോട്ടെ, അവിടെ കുഴപ്പമില്ല പറഞ്ഞു നമ്മുടെ ആൾക്കാരാണ് പറയുന്നത്. നല്ല പ്രസിദ്ധി നേതാവാണ് അവർ. ചേട്ടന്റെ പ്രതീക്ഷയിൽ ഈ 9ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? കാരണം ഇവിടെ ഈ നാട്ടുകാരനാണ്. പിന്നെ ഇവിടെ വേണ്ടപ്പെട്ട ആളാണ്, നാട്ടില് വേണ്ടപ്പെട്ട ആളാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. തോന്നി 9ാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത? ഈ പ്രാവശ്യം വാർഡിൽ ഒരു മാറ്റം ഉണ്ടാവും. സാധാരണ ഈ LDF ആണ് ഈ വാർഡ് ജയിക്കാറ്. ഈ പ്രാവശ്യം ഒരു വ്യത്യാസം ഉണ്ടാവും. UDF ജയിക്കുമെന്നാണ് പറയാനുള്ളത്. ചേട്ടാ, തെരഞ്ഞെടുപ്പ് എടുത്തു, ഈ 9ാം വാർഡ് കാശാമുക്കിൽ ആര് ജയിക്കാനാ സാധ്യത? അതിനപ്പോ നമ്മളിപ്പോ ഇങ്ങനെ പറയാത് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല.